വിഷ്ണു കരുണാകരൻ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു കരുണാകരൻ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലടക്കം, കണ്ണൂർ വിമാനത്താവളങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് വന്നിരിക്കുന്നു. സിദ്ദിഖിന്റെ പടം വരുന്നു. ഈ വ്യക്തിയെ കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് മലയാള സിനിമയെ അടക്കി ഭരിച്ച ഒരു പ്രധാനപ്പെട്ട നടനെ സംബന്ധിച്ചിട്ട് വലിയ കുറ്റകൃത്യത്തിന് വേണ്ടി പോലീസ് അന്വേഷിക്കുന്ന ആളാണ്, ആ കുറ്റകൃത്യത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്ന ആളാണ് എന്നുള്ള നിലയ്ക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന അവസ്ഥ വരുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് സിദ്ദിഖ് കടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒളിവിലാണ്, മുങ്ങിയിരിക്കുകയാണ് സിദ്ദിഖ് എന്ന് പറയാവുന്ന അവസ്ഥയാണോ വിഷ്ണു? തീർച്ചയായിട്ടും അരേ, സിദ്ദിഖ് ഇപ്പോൾ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് DIG അജിത ബീഗത്തിന്റെ ഓഫീസിൽ യോഗം ചേർന്നിരുന്നു. ഉടൻ തന്നെ യോഗത്തിന് ശേഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിമാനത്താവളങ്ങളിലെല്ലാം കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് സിദ്ദിഖിന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ റേഞ്ച് ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഫോൺ പരിധിക്ക് പുറത്താണ്, പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു. സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് ഈ SITയുടെ ഒരു SIT സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സിദ്ദിഖിനെ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നീക്കവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വ്യാപക തിരച്ചിൽ നടത്താൻ ക്രൈംബ്രാഞ്ച് മേധാവി പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഈ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു അന്വേഷണം നടത്തും. ഉടൻ തന്നെ സിദ്ദിഖിനെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആളെ കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ. അതോടൊപ്പം ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനം SIT സംഘം എടുത്തിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നും ഒരു സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. ബനേഷ്, വിഷ്ണുവിലേക്കും എബിയിലേക്കും തിരികെ വരാം. ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയായ രേവതി സമ്പത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സിദ്ദിഖിന് ജാമ്യം നൽകാത്തതിൽ സന്തോഷമുണ്ട് എന്നാണ് കേസിലെ പരാതിക്കാരി പ്രതികരിച്ചിരിക്കുന്നത്. രഹസ്യമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ പുറത്തു വന്നതിൽ അതൃപ്തിയുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതിക്കാരി തിരുവനന്തപുരത്ത് പറഞ്ഞു. എനിക്ക് ഹാപ്പിയാണ്, ഞാൻ സന്തോഷമുണ്ട്. മുന്നോട്ട് പോകുന്ന പ്രോസസ്സിലാണെങ്കിലൊക്കെ നീതി കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഈ ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിലും ഒക്കെ അവർക്ക് നശിപ്പിക്കാൻ ധാരാളം സമയങ്ങൾ കിട്ടുന്ന പോലെയാണ് തോന്നുന്നത്. ഈ പറയുന്ന സാക്ഷികളാണെങ്കിലും ഒക്കെ അവർ സ്വാധീനിക്കാൻ ഈസിലി പറ്റുമല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം, അതിൻ്റെ ഗൗരവം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാം ഇതുപോലെ മാധ്യമങ്ങളിലേക്ക് ചോർച്ച ചെയ്ത് കൊടുക്കുന്നതിൽ അത് അതിയായ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ DGPക്ക് അത് കണ്ടന്റ് എന്താണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ബാക്കി നോക്കാം, എന്താണെന്നുള്ള വരും വഴിയിൽ നോക്കാം.